നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വിശാഖം ആയി കേട്ടോ. അതായത് അത്തം ചിത്തിര ചോദ്യം കഴിഞ്ഞ് വിശാഖ നാളായി. അപ്പോൾ വിശാഖ നാൾ നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു, പൂക്കളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞതപ്പോൾ നമ്മളിനി ഓരോന്നോരോന്ന് തുടങ്ങണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ പുളിഞ്ചി ഉണ്ടാക്കി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നാരങ്ങ അച്ചാറും അതുപോലെ മാങ്ങ അച്ചാറുമാണ്. ഓണത്തിനുള്ള വിഭവങ്ങളിൽ പുളിഞ്ചി, നാരങ്ങക്കറി, മാങ്ങക്കറി, ഇത് മൂന്നും അപ്പോൾ ഇന്ന് തയ്യാറാക്കാം. പുളിഞ്ചി തയ്യാറാക്കി കഴിഞ്ഞല്ലോ. ആണ് നാരങ്ങ, വടുകപ്പുളി നാരങ്ങ, നല്ലോണം മൂത്ത് പഴുത്ത പോലെയായിട്ടുള്ള നാരങ്ങയാണ്, നമ്മുടെ സ്വന്തം ആണ് കേട്ടോ അത്. പിന്നെ മാങ്ങ, ഒരു ചെറിയ മാങ്ങ അച്ചാറും കൂടി ഉണ്ടാക്കാം. ഈ സമയത്തൊന്നും സാധാരണ ഓണത്തിന് നമ്മൾ ഈ നാരങ്ങ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പണ്ടൊന്നും മാങ്ങ ഈ സമയത്ത് ഉണ്ടാവില്ലല്ലോ. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കടയിൽ നിന്നല്ല, നമ്മുടെ പച്ചക്കറിക്കാരൻ്റെ നിന്ന് മാങ്ങ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ചെറിയ അച്ചാർ പൊടി ഉണ്ടാക്കാമെന്ന്. രണ്ടും കൂടി ഇപ്പം തയ്യാറാക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ. ഓണത്തിൻ്റെ അന്നാണ് കാളൻ തലേദിവസം വയ്ക്കാൻ പറ്റും. പക്ഷേ സാമ്പാറും എരിശ്ശേരിയും ഓലനും ഒക്കെ അപ്പോഴേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് മുറിക്കാൻ പോവാണ് കേട്ടോ. ബെസ്റ്റായിട്ട് മൂത്ത നാരങ്ങ കേട്ടോ, നല്ല വാസനയുണ്ട്. ഞാൻ ഓണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഇത് 2 തരത്തിലുണ്ടാക്കണം കേട്ടോ. ഒന്ന് വെള്ളക്കറി, ഒന്ന് ചോപ്പക്കറി ഉണ്ടാക്കാം. പകുതി എടുത്തിട്ട് വെള്ളക്കറി വയ്ക്കാം, പകുതി എടുത്തിട്ട് ചോപ്പക്കറി വയ്ക്കാം കേട്ടോ. നമ്മൾ ഇത്രയും നാരങ്ങ കൊണ്ട് വെള്ളക്കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇനി പകുതി നാരങ്ങ കൊണ്ട് ചോപ്പക്കറി ഉണ്ടാക്കാൻ പോവാം. അതിന് വേറെ നുറുക്കാം. ഇപ്പം നാരങ്ങ നുറുക്കിയിട്ട് 2 പാത്രത്തിലാക്കി. ഇത് വെള്ളക്കറി ഉണ്ടാക്കാനും ഇത് ചോപ്പക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് വേണം. ഞാൻ പച്ചമുളക്, കാന്താരി മുളകാണെങ്കിൽ സൂപ്പറായിരിക്കും. അത് വെള്ളമുളക് അതിൽ നല്ലതാണ്. ഞാൻ എടുക്കുന്നത് ഈ മുളകാണ് കേട്ടോ, നീളത്തിലുള്ള മുളക്. അത് നമുക്ക് ചെറുതായിട്ട് അരിയാം. പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ കേട്ടോ, ഇഞ്ചിയൊന്നും ഇല്ല അതിൽ. വെള്ളക്കറിയിലേക്കുള്ള പച്ചമുളക് ഒരു 4 പച്ചമുളക് ഞാൻ ചെറുതായി നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ടു. ഇതിൽ കുറച്ച് ഉപ്പിടണം, 1 സ്പൂണ്. നല്ല പുളിയുള്ള കാരണം കൊണ്ട് നല്ലോണം തന്നെ ഉപ്പ് വേണം. ഇത്ര മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടു, മുളകിട്ടു. കുറച്ച് കൂടിയിടാം കേട്ടോ, ഇത് നല്ല പുളിയായിരിക്കും. ഇത് 2 കറിവേപ്പില ഊരിയിട്ടു. ഇനി അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ലേശം. എന്തൊക്കെ പച്ചമുളക്, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, നാരങ്ങ, ഉപ്പ്, ഇത്ര മതി. ഇതിപ്പോൾ വെള്ളക്കറി റെഡി ആയിട്ടോ. നമ്മളിത് എടുത്തു വയ്ക്കണം. 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൽ ഉപ്പിൽ കിടന്നിട്ട് നാരങ്ങയും മുളകും ഒക്കെ ചേരുമ്പോൾ ബെസ്റ്റ് കറിയായിരിക്കും. നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം കേട്ടോ. ഇപ്പം തന്നെ നന്നായിട്ട് ഇതിൽ വെള്ളം കുറച്ച് ആയ പോലെ ഉണ്ട് കേട്ടോ. പകർത്തി വയ്ക്കാം. നല്ല വാസനയൊക്കെ ഉണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില കൂടിയിട്ട് നല്ല വാസനയാണ്, നല്ല രസമുണ്ടായിരിക്കും.
പാത്രം നിറയെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇരുന്ന് അവിയും. പണി കഴിഞ്ഞു, അടച്ചു വയ്ക്കാം. നാരങ്ങയുടെ വെള്ളക്കറി തയ്യാർ. ചുവപ്പ് കറി ഉണ്ടാക്കാം കേട്ടോ. ചുവപ്പ് കറിക്ക് പകുതി നാരങ്ങ എടുത്തു, അതിൽ ഉപ്പിടാം. ഉപ്പിട്ടു. ഇപ്പോൾ 2 മുളക് ഇതിലിട്ടു. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഒരു 2 അതിൽ കറിവേപ്പിലിടാം. പിന്നെ ഇതിൽ മുളക് പൊടി ഇടണം. ഈ മുളക് പൊടിയുടെ പ്രത്യേകത, നമ്മളുടെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ. അത് കാരണം കുറച്ചിട്ടാൽ മതി. കളറുണ്ടായിരുന്നു വരില്ല, പക്ഷെ ഭയങ്കര 2 സ്പൂൺ മുളക് പൊടി ഇട്ടൊന്നേ ഭയങ്കര പോകും. ഇനി കളറ് നല്ല കളറ് വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി വാങ്ങിയിട്ട് ഇതിൽ ഇട്ടാൽ മതി. കളറ് കിട്ടും കേട്ടോ. അപ്പോൾ എരിവും കുറയും, കളറും കിട്ടും, ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഇതിൽ ഇനി ഈ മുളക് ഇട്ടാൽ കഴിക്കാൻ പറ്റാത്ത അത്രയ്ക്കും എരിവായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് നിർത്താണ്. ഇത് ഉലുവയും കായവും കൂടി പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. അത് ഒരു ടീസ്പൂൺ ഇടാം. ചെറിയ ടീസ്പൂണാണ്, നല്ല വാസന ഇട്ടിട്ട് ഇതിനാണ്. ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ. നല്ലൊരു ലൂസായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണ വെച്ചു. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് പകർത്തി വയ്ക്കാം. സൂപ്പറായില്ലേ? പകർത്തി വയ്ക്കാം. ആണെങ്കിൽ ഇതുപോലെ ഇപ്പം തന്നെ വെള്ളം വന്നു. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാലും വെള്ളം പോലെ ഉണ്ട് കണ്ടോ. നാളേക്ക് ഇതിൽ നന്നായി ഒരു വിധം കൂടി കുറച്ചും കൂടിയും വരും വെള്ളം. ഇതിപ്പോൾ ഒട്ടും കയ്പൊന്നും ഇല്ലാത്ത നല്ല ബെസ്റ്റ് നാരങ്ങയാണ് കേട്ടോ. ഭയങ്കര ഡിമാൻഡായി നാരങ്ങയ്ക്ക്. അപ്പോൾ നമ്മുടെ ചോപ്പക്കറി ദെൻ വെള്ളക്കറി 2 കറിയും തയ്യാറായി കേട്ടോ ഓണത്തിനുള്ളത്. ഇത് ഓണത്തിന് മുൻപ് ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ഓണം ആകുമ്പോഴേക്കും ഇത് പാകമാവുള്ളൂ. ഒട്ടും തന്നെ ഈച്ചയൊന്നും വരാത്ത നല്ല ടൈറ്റായിട്ടുള്ള നല്ല പാത്രത്തിലാക്കിയിട്ട് വെക്കുക. പിന്നെ കുറേ ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഓണത്തിൻ്റെ അന്നാണ് നാരങ്ങ കിട്ടിയെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തതുപോലെ മുളകും മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉലുവ, കായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഒന്ന് കടുക് മുളക് വറുത്തിടുക കേട്ടോ. അതായത് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇത്തിരി കടുക്, ഉലുവ, മുളക്, കറിവേപ്പില വറുത്തിട്ടിട്ട് ഒരു ഗാർണിഷ് എന്നറിയില്ലേ, ഗാർണിഷ് ചെയ്യുക. ഇത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പാകത്തിനുള്ള അച്ചാറിനുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാറാവും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തതിന് കാരണം ഇതൊന്ന് പാകാവാനായിട്ട് സമയമുണ്ട് നമുക്ക്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് കഴിക്കാം എല്ലാവർക്കും, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ പുളിഞ്ചി ഉണ്ടാക്കൽ കഴിഞ്ഞു, നാരങ്ങക്കറി ഉണ്ടാക്കലും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മാങ്ങയും കൂടി കറി വെച്ച് വെക്കാം കേട്ടോ. മാങ്ങ ഇത് അധികം മൂപ്പായിട്ടില്ല, അങ്ങനത്തെ ഒരു മാങ്ങയാണ്, എന്നാൽ പുളി ഉണ്ട് താനും. അപ്പം നമുക്ക് ഇതുകൊണ്ട് ചെറിയ കറി, കുഞ്ഞ് കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലോണം പാകമായി വിളമ്പാൻ പാകത്തിലായി കിട്ടും. ഇതാ കണ്ടോ, അധികം തൊലിയൊന്നും കളയണ്ട. അങ്ങനെ പോളിട്ട് മൂത്തിട്ടുണ്ട് പതുക്കനെ. അതുകൊണ്ട് ചെറിയ ഒരു കറി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അറിയാമല്ലോ, കുഞ്ഞായിട്ട് നുറുക്കുക.
ഇങ്ങനെയും കൂടി മുറിച്ചാൽ ഇത്തിരി കൂടി ചെറുതായി കിട്ടും. മാങ്ങ നുറുക്കി കഴിഞ്ഞു. നമുക്ക് ഒരു വീട്ടിലേക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങക്കറി 4 ദിവസം കൂട്ടാനുള്ള മാങ്ങക്കറി ഉണ്ട്, അത് മതി. അപ്പം ഞാനിത് ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. ആദ്യം ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി മുളകിടാം. ഇത് ഉലുവയും കായും പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. നമ്മളിത് ഇപ്പം ഇളക്കില്ല. ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് നല്ല വറവ് പോലെ ആവും, ഒരു മുരിയും. എന്നിട്ട് ഇതിൽ ചേർക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാകുമ്പോൾ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ഈ മുളകും അതുപോലെ തന്നെ ഉലുവപ്പൊടി കായപ്പൊടി ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഈ മുളകൊക്കെ ഈ ചൂടുള്ള വെളിച്ചെണ്ണ ചെല്ലുമ്പോൾ ചൂടായി കേട്ടോ. ഇത് ഓഫാക്കി എടുക്കുക. ഇതാ ഒഴിക്കാൻ പോവാണ്. ഇപ്പം നിറം മാറി കണ്ടോ, നിറം മാറിയില്ലേ. എന്നിട്ട് ഇത് മിക്സ് ആയിട്ട് ചെയ്യാം. ഉണ്ടോ മുളക് മുരിഞ്ഞ മുളകായി. പിന്നെ ഈ മുളകിനാണെങ്കിൽ ഭയങ്കര എരിവാണ്. എരിവ് കാരണം ഞാൻ കുറച്ച് മുളക് ഇടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര എരിവായിരിക്കും. പിന്നെ ഭംഗി ഉണ്ടാവണമെന്ന് ചുവപ്പ് നിറം വേണം, ഭംഗി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താൽ മതി. അപ്പോൾ എരിവും കുറയും, കളറും കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഉണക്കി പൊടിച്ച മുളകാണ്, വാങ്ങണതൊന്നുമല്ല. മുളക് വാങ്ങിയിട്ട് കഴുകി വെറുത്തിട്ട് ഉണക്കിയിട്ട് നല്ലോണം ഉണങ്ങുമ്പോൾ പൊടിപ്പിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പോൾ ഉപ്പിട്ടുണ്ട്, മുളകിട്ടുണ്ട്, ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഉലുവയും കായും വറുത്ത് പൊടിച്ചത്. ഇപ്പോൾ ഇതിരുന്നാൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചൂടാറുമ്പോൾ ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ലൂസാക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ തിളപ്പിച്ച വെള്ളമാണത്. കുറച്ച് ഒരു അര ഗ്ലാസ്സില്ല, അരത്തവി വെള്ളം. നമുക്ക് വെള്ളം ചൂടാറിയിട്ടുണ്ട്, കുറച്ചൊഴിക്കാം, കുറച്ചൊഴിച്ചു കേട്ടോ. ഇതിൽ ഉലുവയൊക്കെ ഇട്ടുള്ള കാരണം കൊണ്ട് വേഗം പാകാവും ഇത്. അതുകൊണ്ട് ഞാനിത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ 3 കറിയുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളക്കറി, നാരങ്ങ ചോപ്പക്കറി, മാങ്ങ ചോപ്പക്കറി, 3 എണ്ണയുണ്ട്. ഇപ്പോൾ നമ്മൾ ഓണത്തിനുള്ള പുളിഞ്ചി ഉണ്ടാക്കി, നാരങ്ങക്കറി, വെള്ളക്കറി, നാരങ്ങക്കറി, ചോപ്പക്കറി, മാങ്ങാച്ചാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ഉണ്ടാക്കൂട്ടോ. ഓണത്തിന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ കേട്ടോ.